എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ അഴീക്കോടാണുള്ളത് കേട്ടോ. നവാസ്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെരുന്നാളായിട്ടൊന്നും ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല, സ്കൂൾ അടച്ചിട്ടൊന്നും. അപ്പോൾ നവാസ്ക പോയപ്പോൾ ഞങ്ങളിവിടെ നിൽക്കാൻ വന്നതാണ് കേട്ടോ. മദ്രസയൊക്കെ തുറക്കണേക്ക് മുമ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ പാത്തുവിൻ്റെ ബർത്ത്ഡേ ആണ് 8-ാം തീയതി എന്നുള്ളത് അതുവരെ ഓർമ്മ ഉണ്ടായിരുന്നു. നിങ്ങൾ വരുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി. പിന്നെ അനുവിൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ 8-ാം തീയതി ആയല്ലോ അല്ലേ എന്നങ്ങനെ ആലോചിച്ചത്. അപ്പോൾ കേക്കൊക്കെ അവർ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പാത്തുവിനോട് പറയണ്ടെന്ന് പറഞ്ഞു കേട്ടാ. പക്ഷേ പാത്തത് അവസാനമായപ്പോൾ കണ്ടുപിടിച്ചതല്ല, അവൾ ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ കേക്ക് ഇരിക്കണുണ്ട്. അതുവരെ ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണ് എനിക്ക് കേക്ക് വാങ്ങാത്തത്, എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് കേക്ക് വാങ്ങിച്ചു തരാത്ത എന്താണ്, എൻ്റെ മാമനെ സർപ്രൈസ് ചെയ്യണതാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആളത് അവസാനമായി പറഞ്ഞ്. അപ്പോൾ അതേ ഉച്ചക്കൾക്ക് ചിക്കൻ ബിരിയാണിയും പായസം ഉണ്ടാക്കാമെന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടാ. അങ്ങനെ ചിക്കൻ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള സവാളയും ക്യാരറ്റും കുക്കുംബറൊക്കെ അരിയാണ്. ഇത് കച്ചമ്പറിയിൽ കാണിട്ടാ. പിന്നെ സലാഡിലേക്കുള്ള ക്യാരറ്റും കുക്കുംബറും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാ. അപ്പോൾ ക്യാരറ്റും കുക്കുംബറും ഇട്ടിട്ട് പിന്നെ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചെറുനാരങ്ങ നീരും കൂടെ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ അടച്ച് വെച്ചിട്ടാ. പിന്നെ പൈനാപ്പിൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് മുറിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് ബിരിയാണിയിലേക്കുള്ള മസാല അരച്ച് വെച്ചതും തക്കാളിയൊക്കെയാണ്. അപ്പോൾ നല്ല ചൂടല്ലേ, ഞാനും ഉമ്മച്ചിയും കൂടെ ഒരു ഉപ്പ് സോഡ കുടിക്കുകയാണ് കേട്ടോ. സോഡ വാങ്ങിയിട്ട് വീട്ടിലുണ്ടാക്കണതാണ്. അപ്പോൾ അതായത് ഉമ്മച്ചിക്കുള്ള ഗ്ലാസ്സിലൊഴിച്ച് ഞാൻ ആ കപ്പി തന്നെ കുടിച്ചിട്ട്, നമുക്ക് ഗ്ലാസ്സൊന്നും വേണ്ട. ഇത് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണതാണ് കേട്ടോ. ഇതിവിടെ ഉണ്ടായ മുല്ലപ്പൂവാണ് കേട്ടോ. ഉമ്മച്ചി പൊട്ടിച്ചിട്ട് കോർത്ത് വെച്ചതാണ്. അപ്പോൾ അതേ ബിരിയാണിയുടെ മസാലയ്ക്കുള്ള ചിക്കനൊക്കെ പൊരിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് വഴറ്റിയിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ആ കച്ചമ്പറ് ഉണ്ടാക്കാനുള്ള മിക്സിയിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ മസാലയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ഉമ്മച്ചി വെക്കുന്ന രീതിയിലാണ് കേട്ടോ. പിന്നെ കുറച്ച് തൈരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം ദമ്മിടും. അപ്പോൾ ദമ്മിട്ടതും ഉമ്മച്ചിയാണ്. അപ്പം ഞാനത് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ അപ്പുറത്ത് പോയി കാറ്റ് കൊള്ളാനിരുന്നപ്പോഴത്തേക്കും മൂപ്പര ഇവിടെ ദമ്മിടലൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കണ ഓർമ്മയില്ല. അപ്പം അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ മിക്സാക്കി കഴിഞ്ഞ് മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയും മല്ലിയില പുതിന അതൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കണമല്ലോ ആരെങ്കിലും. അപ്പോൾ അത് ഞാനാണ് ടേസ്റ്റ് നോക്കണത്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ടേസ്റ്റ് നോക്കാനാണ് കേട്ടോ അത്ര എടുക്കണത്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ഉമ്മച്ചി വലിയ അരി കൊണ്ടാണ് ഊറ്റിയിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കുക. ഞാൻ നെയ്ച്ചോറ് വെക്കണ പോലെ വെച്ചിട്ടാണ് സാധാരണ ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ അതേ നമ്മളുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ടേസ്റ്റ് നോക്കണ്ട, ഞാൻ അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ ടേസ്റ്റ് നോക്കി, അപ്പുറത്തേക്കൊന്നും പോയില്ല. പിന്നെ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിളി വന്ന് വീഡിയോ എടുക്കണ്ടാന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ എന്നോട് പറയാണ്ട് ചെയ്ത പണിയാണ് കേട്ടോ. സേമിയ പായസം ഉണ്ടാക്കിയത്, സേമിയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്.
അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് പാലൊഴിച്ച്, ആദ്യം കുറച്ച് പശുപാലൊഴിച്ച്, പിന്നെ തേങ്ങാപ്പാലൊഴിച്ച്, എന്നിട്ട് പിന്നെ അതൊക്കെ തിളച്ച് വെന്ത് വന്നപ്പോൾ കുറച്ച് ഏലക്കായുടെ പൊടിയിട്ട്, പിന്നെ കുറച്ച് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് കോരിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിയും സേമിയ പായസമൊക്കെ റെഡി ആയിട്ടാ. അപ്പോൾ കേക്ക് ഉച്ച കഴിഞ്ഞിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ ദേവരിവിടെ കളിക്കുന്നുണ്ട്, വാപ്പിച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മച്ചി പായസവും കേക്കൊന്നും കഴിക്കാത്ത ആളാണ്, പക്ഷെ ഉമ്മച്ചി ഉണ്ടാക്കിയ പായസം ഉമ്മച്ചി കുടിക്കും. എന്നിട്ട് ഒറ്റക്ക് വന്നിരുന്നിട്ട് ഞങ്ങളെ മുന്നിലിരുന്ന് കുടിക്കണ രംഗോണി കാണുന്നത്. അപ്പം ഞാനും കുടിച്ച്. അപ്പം ഇച്ച് വന്നപ്പോൾ ഇച്ച് ചോദിക്കേണ്ട, ഈ ചൂടത്തിരുന്നിട്ടാണോ ഈ പായസം കുടിക്കണതെന്നൊക്കെ ചോദിക്കേണ്ട, ചൂടുള്ള പായസം. അപ്പോൾ ഇവർ പ്രസവിച്ചിട്ട് 90 കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് വന്നതാണ്. പെരുന്നാളിന് വന്നിട്ട് അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. പുളിങ്കറി ഉണ്ട്, കച്ചമ്പറുണ്ട്, പിന്നെ എന്താണുള്ളത്, പിന്നെ ബിരിയാണി ഉണ്ട്, പപ്പടം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മുന്നത്തെ 2 ബലൂണൊക്കെ കിടന്നിരുന്നതൊക്കെ വീർപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പുറത്ത് വെച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞേ, കാരണം ക്ലിയർ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ടേബിളൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ അതൊരു മരത്തിൻ്റെ മേശയായിരുന്നിട്ടാ. അപ്പോൾ ഒരു പുതപ്പെടുത്ത് അതിൻ്റെ മുകളിലിട്ടതാണ്. അപ്പോൾ പാത്ത് ചോദിക്കുന്നുണ്ട്, കേക്കൊന്നും ഇല്ലാണ്ട് എന്തിനാണ് ഇപ്പോൾ ഈ മേശയൊക്കെ എടുത്ത് കൊണ്ടിട്ടേക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ. കേക്കുള്ളവർ അറിഞ്ഞത് ഫ്രിഡ്ജിൽ വെള്ളം കുടിക്കാൻ പോയപ്പോഴായിരുന്നു. അപ്പോൾ അത് അവൾ കേക്കൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ച്. അകത്തിനി വെളിച്ചം കുറവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ച് വിശാലമായിട്ട് ഇവിടെ നിന്ന് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതാ കേക്ക്. മിഠായി വാങ്ങാൻ ഞാൻ മറന്നുപോയിട്ട്, അതിവിടെ ഉണ്ടായിരുന്ന 5-6 മിഠായി എടുത്ത് വെച്ചതാണ്. ഇനി എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത്, അവളെ ഫോണിൽ ഫോട്ടോ എടുത്ത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ.
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്